അടിപൊളി അടിയെന്ന് വെച്ചാൽ ഹുക്ക് ജാബ് മറ്റേ മറിച്ചത് അറിയാത്ത സാധനങ്ങളെല്ലാം അങ്ങ് അറ്റം വരെ ഉണ്ട്. ജിംഖാന കാണാൻ ഇവന്മാരെല്ലാം കാണാൻ വന്നിരിക്കുകയാണ്. കാണാൻ നല്ല ഇടി പോലെ തന്നെ നല്ല സൂപ്പർ സിനിമയായിരുന്നു. ബോക്സിംഗ് കണ്ടപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി ബോക്സിംഗ് ചെയ്യാൻ വേണ്ടി തോന്നി. സ്ത്രീക്ക് 2 ഇടി വരെ ഞാൻ കൊടുത്ത്. പെട്ടെന്ന് മനസ്സിലാവത്തില്ല, പെട്ടെന്ന് ആദ്യമേ നമുക്കൊരു കിട്ടത്തില്ല, പക്ഷെ കുറെ കൂടി കഴിയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ തന്നെ കയറും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നമ്മളിപ്പോൾ തോറ്റ് നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് മുന്നേറാനായിട്ടൊരു കിട്ടും. അപ്പം നമുക്കൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് ബോക്സിങ്. പിന്നെ ആപ്റ്റുന്ന സാഹചര്യം പറ്റത്തില്ല, അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ബോക്സിങ് അറിഞ്ഞു വെക്കുന്നത് നല്ലൊരു കാര്യമാണ്. ബോക്സിങ് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. എനിക്കിപ്പോൾ ബോക്സിങ്ങിന് പോകാമെന്ന് പറയുന്നത് ഒരു ഇതായിട്ടുള്ള കാര്യമല്ല. ബട്ട് എനിക്ക് അതിൽ കൂടെ ഒന്നും അറിഞ്ഞൂടായിട്ട് എൻ്റെ വിട്ടേ മസ്റ്റ് OTTക്ക് വേണ്ടിയാണ്ട് തിയേറ്ററിൽ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അടിപൊളി അടിയെന്ന് വെച്ചാൽ ഹുക്ക് ജാബ് മറ്റേ മറിച്ചത് അറിയാത്ത സാധനങ്ങളെല്ലാം അങ്ങ് അറ്റം വരെ ഉണ്ട്. ജിംഖാന കാണാൻ ഇവന്മാരെല്ലാം കാണാൻ വന്നിരിക്കുകയാണ്. കാണാൻ വരണം കണ്ടിട്ടില്ല. ഇതാണ് പൊളി. 1 2 3 4 മസ്റ്റ് സിനിമ സൂപ്പറാണ്. അഭിനയൊക്കെ സൂപ്പർ. അഭിനയം ബോക്സിങ്ങും മൂവ്സ് ഒക്കെ സൂപ്പറായിരുന്നു. നല്ല ഇടി പോലെ തന്നെ നല്ല സൂപ്പർ സിനിമയായിരുന്നു. ബോക്സിങ് കണ്ടപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി ബോക്സിങ് ചെയ്യാൻ വേണ്ടി തോന്നി. സ്ത്രീക്ക് 2 ഇടി വരെ ഞാൻ കൊടുത്ത്. സൂപ്പർ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ആള് ആദ്യമായിട്ട് മൂവി കാണുകയാണെങ്കിൽ നമുക്ക് ആ മൂവിയിലുള്ളത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല, പെട്ടെന്ന് ആദ്യമേ നമുക്കൊരു കിട്ടത്തില്ല, പക്ഷെ കുറെ കൂടി കഴിയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ തന്നെ കയറും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നമ്മളിപ്പോൾ തോറ്റ് നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് മുന്നേറാനായിട്ടൊരു കിട്ടും. അപ്പം അത്യാവശ്യം നല്ല മോട്ടിവേഷൻ ആയിട്ടൊരു മൂവിയും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നവർക്ക് നമുക്ക് ഉയരത്തിലായിട്ട് എത്താൻ പറ്റും എന്നുള്ളതുണ്ടായിരുന്നു. അത് കിടിലൻ മൂവിയാണ്, എല്ലാവരും പോയി കാണണം. പടം വന്നിട്ട് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ മൂവിയാണ്. ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബോക്സിങ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. പിന്നെ ബോക്സിങ്ങിനോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു മൂവിയാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോക്സിംഗ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ തോന്നും. അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ഇല്ല, അങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നവും സിനിമയ്ക്കില്ല. ആ സിനിമയായിട്ടുള്ള രീതിയിൽ എടുക്കുന്നവർക്ക് നല്ലൊരു എഫക്റ്റീവ് ഗുഡ് മൂവിയാണ്. ഉണ്ട്, അത് കണ്ടപ്പോഴാണ് പറയുന്നത് നമുക്കൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് ബോക്സിങ്. പിന്നെ ആപ്റ്റുന്ന സാഹചര്യം പറ്റത്തില്ല, അത്രേ ഉള്ളൂ. നല്ലൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ബോക്സിങ് അറിഞ്ഞു വെക്കുന്നത് നല്ലൊരു കാര്യമാണ്. ബോക്സിങ് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. എനിക്കിപ്പോൾ ബോക്സിങ്ങിന് പോകാമെന്ന് പറയുന്നത് ഒരു ഇതായിട്ടുള്ള കാര്യമല്ല. ബട്ട് അപ് ടു ജിമ്മിൽ പോകാനും ഇഷ്ടമാണ്, താല്പര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഡിഗ്രേഡ് വരേണ്ട രീതിക്കുള്ള ചാൻസ് ഒന്നും ഇല്ല. കൊടുക്കാൻ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഇത് ബോക്സിങ്ങിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് നല്ലൊരു കോമഡി രീതിയിൽ അവരത് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിഞ്ഞൂടാ. നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ടു, നല്ലതാണ്, കൊള്ളാം, മൊത്തത്തിൽ അടിപൊളിയാണ്. എനിക്ക് അതിൽ കൂടെ ഒന്നും അറിഞ്ഞൂടാ എൻ്റെ വിട്ടേ. പടം ഗംഭീരമായിട്ടുണ്ട്. ഇടി എന്ന് പറഞ്ഞാൽ ബോക്സിങ്ങിൻ്റെ അഭ്യാസമാണ്. പിന്നെ കോമഡി ഉണ്ട്, കോമഡി ബോക്സിങ്. പിന്നെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട്, ഇൻ്റർവെല്ലോ ലവ് സ്റ്റോറിയാണ്. ബാക്കിയെല്ലാം ഇടിയുടെ പൊടി പൂരമാണ്. സിനിമ കലക്കിയിട്ടുണ്ട്. ആലപ്പുഴ കുഴപ്പം തിരക്കേടില്ല, പിള്ളേർക്കൊത്ത് ഇരിക്കാം. ജിംഖാന അടിപൊളി. ഫുൾ ഓവറോൾ പടം ഒരു അഡ്രാനൽ റഷ് ഉണ്ടാവും. മസ്റ്റ് OTTക്ക് വേണ്ടിയാണ്ട് തിയേറ്ററിൽ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പടം കൊള്ളാൻ പറയട്ടാ, ഒരു ലാഗും ഇല്ല. തല്ലുമാല സെക്കൻഡ് പാർട്ട് കണ്ട പോലെ ഉണ്ട്. നല്ല സിനിമ. നെസ്ലിൻ്റെ നല്ല അഭിനയമാണ്. പടം കൊള്ളാം. നല്ല പടം, നല്ല മ്യൂസിക് എല്ലാം കൂടെ. ഖലീദിൻ്റെ മേക്കിംഗ് അറിയാമല്ലോ, പിന്നെ അടിപൊളി നല്ല പടം. അടിപൊളി സിനിമ, നല്ല മേക്കിംഗ്. അവർ പറഞ്ഞ ഒരു സ്പോർട്സ് കോമഡി, നല്ല സിനിമ, എൻ്റർടൈനറാണ്. തല്ലുമാല വെച്ച് കമ്പയർ ചെയ്യണ്ട, നല്ല പടം. കിടിലം പടം. നസ്ലിനൊക്കെ കിടിലം. കൊള്ളായിരുന്നു, സൂപ്പർ. നല്ല സിനിമയായിരുന്നു. അഭിനയം നസ്ലിൻ നന്നായിട്ട് അഭിനയിച്ചു. നല്ല പടം നൈസായിരുന്നു. ഇല്ല, ഫണ്ണും ബോക്സിങ്ങും കൂടെയായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്, നല്ലതായിരുന്നു. ഫൈറ്റും കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട്. നല്ല സൂപ്പർ നൈസ് മൂവിയായിരുന്നു, നല്ല മൂവിയായിരുന്നു, സൂപ്പറായിരുന്നു, എല്ലാം നല്ല അഭിനയമായിരുന്നു. അടിപൊളി പടം, കാലഘട്ടം. എല്ലാവരും നസ്ലിനും എല്ലാവരും ഒരേപൊളി, അടിപൊളി, സൂപ്പർ പടം.